ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കൊച്ചടുക്കളയിൽ തന്നെയാണ് ഇന്നും. മഴക്കാലമൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മേളിലത്തെ കിച്ചണിൽ പോയാലും ബുദ്ധിമുട്ടാണ്. കാര്യം മേളിലത്തെ നമ്മുടെ റൂഫിൻ്റെ മേളിലും മഴവെള്ളം വീണാൽ ഭയങ്കര ഒച്ചയാണ്. അതൊരു കാര്യം. പിന്നെ അവിടുത്തെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ആകെ മെസ്റ്റപ്പായി കിടക്കുകയാണ്. സോ ഇന്നത്തെ ഐറ്റം ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി നമ്മളൊരു സലാഡിൻ്റെ ഒരു ഹെൽത്തി സലാഡോ എങ്ങനെയെങ്കിലും ഒരു നല്ല സലാഡിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് സാലഡ് റെസിപ്പീസാണ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും ഫ്രൂട്ട് ബേസ്ഡ് സാലഡ്സാണ്. ഫ്രൂട്ട് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സലാഡ്സ് ഉണ്ടാക്കാം. സിമ്പിൾ ടു മേക്ക്, ചെറിയ ഡ്രസ്സിങ്ങോട് കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പേരയ്ക്ക വെച്ചിട്ടൊരു സലാഡ് ചെയ്യാം. അതൊരു ഫ്രൂട്ട് ബേസ്ഡ് ആണല്ലോ. ഇപ്പോൾ പേരയ്ക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഒരു ഗവ സലാഡ് ഓക്കെ ചെയ്യാം. ഇപ്പോൾ അതെ രണ്ട് നല്ല പേരയ്ക്ക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ വെജിറ്റബിൾസും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടിങ് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു. ഓക്കെ, കട്ടിംഗ് ബോർഡ് എടുക്കുന്നു. നമുക്കൊരു പേരയ്ക്ക എടുത്തിട്ട്, അകത്ത് കുറച്ച് പിങ്കാണ് കാണാനൊരു ഭംഗി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിനെ നമുക്ക് നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുക. നമുക്ക് ആദ്യം ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ ലോങ് പീസസ് ആക്കാം. ഒരുപാട് പഴുത്ത് ഒലഞ്ഞു പോയതാവണം എന്നില്ല, അല്ലാതെ കിട്ടുന്നതായിരിക്കും നല്ലത്. ഏതാണ്ട് നമ്മൾ 2 പേരൊക്കെയാണ് എടുത്ത് വെച്ചിരുന്നത്. ഇത് അത്യാവശ്യം പഴുത്തതാണ്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഒലഞ്ഞിട്ടുമില്ല. അത്യാവശ്യം നല്ല റൈപ്പാണ്. അതിങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ ജൂലിയൻ കട്ട് ചെയ്യുന്ന നീളത്തിന് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ബൗളിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അരിയുന്ന ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ പേരക്കയുടെ പീസസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 പേരയ്ക്ക. ഇനി വേണ്ടത് സവാള. അതും നമുക്കിങ്ങനെ അത്യാവശ്യം നീളമുള്ള പീസസായിട്ട് കട്ട് ചെയ്യാം. ഒരു വലിയ സവാളയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തെടുക്കാം. സവാള പീസസും കൂടി നമുക്ക് പേരക്കയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉതിർന്ന് വീഴുന്ന പോലെ ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കൊരു ഡ്രസ്സിങ് തയ്യാറാക്കാം. അപ്പോൾ ഡ്രസ്സിങ്ങിന് പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങാനീര്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സോയാ സോസ്, കുറച്ച് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് വേണം. പിന്നെന്താ ഞാൻ എടുക്കാൻ വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ച് ഒലിവ് ഓയിൽ ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇഷ്ടമാണെങ്കിൽ ആ ടേസ്റ്റ് ആണെങ്കിലും ഓക്കെയാണ്. ഉണ്ടാക്കിയാലോ? ഓക്കെ, ഡ്രസ്സിങ് തയ്യാറാം. എത്ര സ്പൈസിനെസ് വേണം അതനുസരിച്ചിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ്, ഇതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അരാന്നുള്ളത് 1 വരെ ആയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആകാം. പിന്നെ ഇച്ചിരി ഉപ്പ് വേണം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അതൊരു 1 ടേബിൾ സ്പൂൺ വരെ ആകും. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ബ്രൗൺ ഷുഗറൊക്കെ അലിഞ്ഞതിനകത്തേക്ക് ചേർക്കാം. ഉപ്പൊക്കെ നോക്കാം, എല്ലാം സമമാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. ആ ഷുഗർ ഒരല്പം കൂടി ആകാമെന്ന് എനിക്ക് തോന്നുന്നു. 1 ടീസ്പൂൺ ആക്കാം. അപ്പോൾ 1 അരയും കൂടി ചേർക്കാം. നമ്മളൊരു ചെറിയൊരു മിക്സിങ് ആദ്യം ചേർക്കാം. ഉള്ളി എല്ലാം കൂടിയുള്ള മിക്സിങ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രസ്സിങ്ങിനെയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഡ്രസ്സിങ് എല്ലാം വാവ്, അടിപൊളിയായില്ലേ? കാണുമ്പോൾ തന്നെ അറിയില്ലേ എത്ര ടേസ്റ്റാണെന്ന്. പേരക്കയുടെ ഒരു ചെറിയ മധുരം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിൽ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ ഓയിലിൻ്റെ ഹെൽത്തിനെസ്, ആ ഒരു ഒലിവ് ഓയിലിൻ്റെ ഹെൽത്തി ഇതും കിട്ടിയിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് റെഡി. കൈകൊണ്ട് ഞാൻ നല്ലതായിട്ടൊരു മിക്സിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം ഫോർക്കിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തുള്ള എരിവിൻ്റെ ക്വഷ്യൻ്റ് ആണെങ്കിലും മുളക് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ സോയ സോസിൻ്റെ അളവും 1 ടീസ്പൂൺ ആയാലും 1.5 ആയാലും പ്രശ്നമൊന്നുമില്ല. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിക്കോളൂ.
ഓക്കെ, ഇംപ്രവൈസ് ചെയ്യാമല്ലോ എപ്പോഴും, ടേസ്റ്റ് അനുസരിച്ച്. നാരങ്ങാനീരും എല്ലാം കൂടി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. പോർഷൻ ഞാൻ എടുക്കുകയാണ്. നോക്കിക്കോളൂ. നല്ലൊരു ഏഷ്യൻ ഫ്ലേവർ കിട്ടും. ഓക്കെ, തായ്ലൻഡിലൊക്കെ പോയി കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ എത്ര വേണം, എരിവ്, പുളി, കുറച്ച് നാരങ്ങാനീര്, ചില്ലി ഫ്ലേക്സ്, ഓയിൽ എത്ര മതിയാവും, ഉപ്പ്, സോയ സോസ്, എല്ലാത്തിൻ്റെ അളവ്, ബ്രൗൺ ഷുഗർ യു ക്യാൻ റെഗുലേറ്റ്. അപ്പോൾ ഇതൊരു ഗംഭീരമായിട്ടുള്ളൊരു സലാഡാണ്, ഒരു ഫ്രൂട്ട് ബേസ്ഡ് സാലഡ്. ഇറ്റ്സ് വെരി ഹെൽത്തി. ഓക്കെ, ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നു. ഇത് നല്ല ചിൽഡായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തണുപ്പിച്ച് പാർട്ടീസിനൊക്കെ സെർവ് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്ത സലാഡ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് എല്ലാം ഫ്രൂട്ട് ബേസ്ഡ് സാലഡ്സ് ആണ് കേട്ടോ. ക്യാരറ്റ് ആൻഡ് ആപ്പിൾ ആൻഡ് ക്യാരറ്റ് സാലഡ്. ഓക്കെ, അതരിയാം. അതും ഇതുപോലെ തന്നെ ഇച്ചിരി നീളത്തിന് അരിയുന്നതായിരിക്കും നല്ലത്. ക്യാരറ്റ് കട്ടിങ് നമ്മളിങ്ങനെ സ്ലൈസസ് ആയിട്ട് ആദ്യം മുറിക്കാം. ചെരിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് എന്നിട്ട് അടുക്കിയിട്ട് തിൻ പീസസ് ആയിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യാം, തിൻ സ്ലൈസസ്. ഓക്കെ, എന്നിട്ടത് അടുക്കി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് നോക്കിക്കോളൂ. ഇനി ഇതിന് നീളത്തിനുള്ള പീസസ് ആയിട്ട് ഇങ്ങനെ ജൂലിയൻ കട്ടിങ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ പീലർ പോലെയുള്ള കാര്യങ്ങളുണ്ട്, മറ്റേ സ്ക്രേപ്പേഴ്സ് ടൈപ്പ്. സത്യത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല. പക്ഷെ അതില്ലാത്തവർക്കും അതൊന്നും വലിയ വിലയുള്ള കാര്യങ്ങൾ പോലും അല്ല സത്യം പറഞ്ഞാൽ, അത്രയും വില കുറഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളാണ്. എല്ലാം കിട്ടും, ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ക്യാരറ്റിൻ്റെ നീളത്തിലുള്ള ജൂലിയൻ കട്ടിങ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി കുറച്ച് ആപ്പിളും കൂടി അരിയാം. ആപ്പിളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നീളത്തിന് അരിയുന്നതാണ് നല്ലത്. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്കുള്ള ഭാഗമൊക്കെ നമുക്ക് മാറ്റാറുണ്ടാകും. ഇത് ഒരു ആപ്പിളിൻ്റെ ഹാഫേ ആയിട്ടുള്ളൂ, ബാക്കി പകുതിയും കൂടി അരിഞ്ഞിടാം. അപ്പോൾ ഒരു ഫുൾ ആപ്പിളും ഒരു വലിയ ആപ്പിളായിരുന്നു. 2 വലിയ ക്യാരറ്റാണെങ്കിൽ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 3-4 എണ്ണം ഞാൻ എടുത്തു. ഇത് നന്നായിട്ട് ജസ്റ്റ് ഒരു മിക്സിങ്, ഇത് തമ്മിലൊരു മിക്സിങ് വേണമല്ലോ. ആപ്പിൾ ആൻഡ് ക്യാരറ്റ് രണ്ടും ഭയങ്കര ഗുണമുള്ള കാര്യമാണ്. ഇതിൻ്റെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഗുണഗണങ്ങൾ. ഇനി ഒരു ഡ്രസ്സിങ്ങും കൂടി ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇതിപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡറാണ്, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓക്കെ, പിന്നെ നാരങ്ങാനീര്, അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. 1.5 ഓൾമോസ്റ്റ് 2 ടേബിൾ സ്പൂൺ. എരിവിനനുസരിച്ചിട്ട് ചേർത്തോളൂ, എത്ര വേണമെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയൊക്കെ. ഇനി കുറച്ച് ഹണി, നല്ല ഹണിയോട് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി, അതും അളവിനനുസരിച്ച് മാറ്റം വരുത്താം. 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നു, ഹാഫ് ആയാലും മതി. ഒരു അടിപൊളി ഡ്രസ്സിങ് ഈസ് റെഡി. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഞാനിപ്പോൾ ഇടുന്നത്. പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നൊരു കാര്യം മല്ലിയിലയാണല്ലോ. ഇനി ഡ്രസ്സിങ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ കൊണ്ട് ആദ്യം ഒന്ന് ഞാൻ മിക്സ് ചെയ്യണു. എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആ ഡ്രസ്സിങ് എല്ലാ ഭാഗത്തേക്കും ആയിക്കോട്ടെ. ഇതിൻ്റെ ആ ഷേപ്പ് കട്ടായി പോകാത്ത രീതിയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 2 ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ദിസ് ഈസ് റെഡി ആക്ച്വലി.
ഇനി നമുക്ക് ആപ്പിൾ ആൻഡ് ക്യാരറ്റ് സാലഡ് ഒന്ന് ഫോർക്ക് വെച്ചും കൂടി ഞാൻ ഇളക്കി കാണിക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇതെങ്ങനെയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. ഇതും തണുപ്പിച്ച് കഴിച്ചാൽ വെരി വെരി ടേസ്റ്റി. കഴിക്കാം. ഓക്കെ, എല്ലാം ഓക്കെ, ഗംഭീരം. മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ബേസ്ഡ് സാലഡ്സ് 2 കഴിഞ്ഞു. ഇനി 3ാമത്തേലേക്ക് കടക്കുന്നു. ഇതിൽ പൈനാപ്പിളാണ് നമ്മുടെ മെയിൻ തീം, ഫ്രൂട്ട്. പിന്നെ ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ, ദെൻ കുക്കുംബർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്ക്വയർ പീസസ്, ചതുര കഷ്ണങ്ങളായിട്ട്, നല്ല എന്താ പറയുക, സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. കട്ടിങ് തുടങ്ങാം. ഇത് സലാഡ് കുക്കുംബർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല. എഡ്ജസ് മാത്രം കളഞ്ഞാൽ മതി. നന്നായിട്ട് വാഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനകത്തുള്ള ഭാഗം ഒരുപാട് വലുതാണെങ്കിൽ നമുക്ക് കളയാം. ഓക്കെ, നോ പ്രോബ്ലം. ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടും. സീഡ് പോർഷൻ കുറച്ച് സോഗി ടൈപ്പ് ആണെങ്കിൽ എടുക്കണ്ട, എടുക്കാൻ പറ്റുന്ന ഭാഗം എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഓക്കെ, കടിക്കുമ്പോൾ നല്ല. ഇതിപ്പോൾ ഒരു കുക്കുംബറിൻ്റെ പകുതി ആയിട്ടുണ്ട്, ബാക്കിയും കൂടി എടുക്കാം. അപ്പോൾ ഒരു ഫുൾ കുക്കുംബർ ഓൺ സലാഡ് കുക്കുംബർ. അപ്പോൾ നടുക്കുള്ള സീഡ് വളരെ പിഞ്ചാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മാറ്റുക. സൈഡ്സ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക, 2 സൈഡും. അല്ലാതെ സ്കിന്നെടുക്കാൻ നിൽക്കണ്ട. ഇനി കുറച്ച് പൈനാപ്പിൾ പീസസും ഇതുപോലെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഒരു ചെറിയ പൈനാപ്പിളായിരുന്നു, അതിൻ്റെ ഒരു പകുതി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് പീസസ്. ഓക്കെ, അങ്ങനെ പറയാം. പൈനാപ്പിൾ പീസസ്. അങ്ങനെ ഫ്രൂട്ട് എലിമെൻറ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ ക്യാപ്സിക്കം കുറച്ചുകൂടി ചെറുതായിട്ട് അരിയാം. ഓക്കെ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുക്കാം. ക്യാപ്സിക്കം പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഓ, എന്ത് കളർഫുള്ളായി വരുന്നു നോക്കിയാൽ, മൾട്ടി കളർ. ഇനി ഒരു ടൊമാറ്റോ. ഓക്കെ, അകത്തെ ആ ഒരു സീഡ്സ് കളഞ്ഞിട്ട്, പൾപ്പി പാർട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ. ഇനി ടൊമാറ്റോയുടെ കാര്യമാണെങ്കിലും അകത്ത് പൾപ്പി ആയിട്ടുള്ള ഭാഗം നമുക്ക് ഉപേക്ഷിക്കാം, എന്നിട്ട് അതിൻ്റെ അല്ലാത്ത ഭാഗം എടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ ഇതുപോലെ സ്ക്വയർസായിട്ട് മുറിച്ചിടാം. ഇത് ആക്ച്വലി ഭയങ്കര കളർഫുള്ളാട്ടോ ഈ ഒരു സലാഡ്. ഇറ്റ്സ് വെരി നൈസ്. ടൊമാറ്റോയുടെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ടൊമാറ്റോ, ഒരു മീഡിയം, അത്ര വലുതുമല്ല തീരെ ചെറുതുമല്ല, അങ്ങനെ. മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയി കഴിഞ്ഞു. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇനി ഒരു പ്രധാന കാര്യം ചേർക്കാനുണ്ട്. ഇത് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആക്കാനുള്ള കാര്യം, കപ്പലണ്ടി, നമ്മുടെ കുറച്ച് നട്ട്സും കൂടി ചേർക്കാം. കുറച്ച് കൂടുതൽ ചേർക്കുകയാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്തു. 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട് കപ്പലണ്ടി. ഇനിയാണ് നമ്മളിതിലേക്ക് ഡ്രസ്സിങ് ചേർക്കേണ്ടത്. ഈ ഒരു സലാഡ് ഭയങ്കര കളർഫുൾ അല്ലേ, എല്ലാ കളറും വന്നിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്തേക്കുള്ള ഡ്രസ്സിങ്ങും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കപ്പലണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിനി ചേർക്കാൻ പോകുന്ന ഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, ഒലിവ് ഓയിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തേൻ ചേർക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഐദർ പെപ്പർ പൗഡർ ഓർ ചില്ലി ഫ്ലേക്സ്. ഞാൻ ചില്ലി ഫ്ലേക്സാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മിക്സ് ചെയ്യും. അതുകൊണ്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തു. കുറച്ച് കൂടുതലുണ്ടല്ലോ സലാഡ്. പിന്നെ വേണമെങ്കിൽ 1 വരെ ആകാം. ഓക്കെ, നോ പ്രോബ്ലം. എരിവനുസരിച്ച് ചേർത്തോളൂ, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഓയിൽ.
ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആകാം. കുറച്ച് ഉപ്പാകാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, കൂടരുത്, ആവശ്യത്തിന് മതി. ആൻഡ് നാരങ്ങ നീര് വേണം 1. നാരങ്ങ നീര് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തു. ഇനി വേണ്ടത് കുറച്ച് ഹണി നമ്മുടെ ഹണിയാണ്. ഓക്കെ, 2 ടേബിൾ സ്പൂൺ ഹണി. അപ്പോൾ ഹണി ഒന്നും കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയിട്ട് ഹണി വേണമെന്നില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. മിക്സ്. ചില്ലി ഫ്ലേക്സ് ചിലർക്ക് ശരിയാവില്ല, അങ്ങനെയാണെങ്കിൽ പെപ്പർ പൗഡർ ചേർത്താൽ മതി. ഡ്രസ്സിങ് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. വാവ്, നൈസ്. ഇനി ഒരു നല്ല മിക്സിങ്. ഡ്രസ്സിങ് എല്ലാം എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർബാണ് ഈ സലാഡും. നിങ്ങൾക്കിതിൽ ഏത് സാലഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്, എല്ലാം വരുന്ന രീതിയിൽ ഒരു ഹെൽപ്പിംഗ് എടുക്കണം. ആഹാ, വെരി നൈസ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എന്നോട് ചോദിച്ചാൽ 3 നല്ലതാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ഓക്കെ, എല്ലാം ഒന്നിച്ച് കണ്ടാലോ. അങ്ങനെ നമ്മുടെ 3 സലാഡ്സും റെഡിയാണ്. എല്ലാം ഫ്രൂട്ട് ബേസ്ഡ് തന്നെയാണ്. ദിസ് ഈസ് എ പൈനാപ്പിൾ മിക്സ്ഡ് സാലഡ്, പ്രോട്ടീൻ റിച്ച്. ആൻഡ് ദിസ് ഈസ് ഗവാസ് സലാഡ്. ഇതൊരു ഏഷ്യൻ സ്റ്റൈലിലാണ്, ഒരു സോസൊക്കെ ചേർത്തിട്ടാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ക്യാരറ്റ് ആൻഡ് ആപ്പിൾ സാലഡ്. ഇതും ഭയങ്കര രസമാണ്. അങ്ങനെ 3 സാലഡ്സും ഇവിടെ റെഡി. അപ്പോൾ അതിൽ ആപ്പിളുണ്ട്, ഇതിൽ പേരക്കയുണ്ട്, ഇതിനകത്ത് പൈനാപ്പിളുണ്ട്. അങ്ങനെ 3 ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ 3 സലാഡ്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 3 സലാഡ്, ബ്യൂട്ടിഫുൾ സലാഡ്സും റെഡിയായി കഴിഞ്ഞു. ഇതൊരു ഹെൽത്തി ഈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു രാത്രി ഡിന്നറിന് ഇത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇപ്പോൾ വേവിച്ച കടല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എനി അതർ വെജിറ്റബിൾസ് യു ക്യാൻ ആഡ്. പിന്നെ ഫ്രൂട്ട് ഒരെണ്ണം മതി കേട്ടോ, ഒന്നിലൊന്ന് മതി. ഞാൻ ഇതൊരു ഫ്രൂട്ട് ബേസ്ഡ് സാലഡ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു മധുരത്തിൻ്റെ എലിമെൻ്റായിട്ട് ഞാൻ തേനും എന്താ പറയുക ബ്രൗൺ ഷുഗറാണ്. തേൻ വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ എനിക്കത് കറക്റ്റ് ബാലൻസ് ആയിട്ടാണ് തോന്നിയത്. എല്ലാ കാര്യങ്ങളും എരിവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യൂ. നിങ്ങളുടെ ഒരു കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല അതനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഐറ്റം അല്ലേ. സലാഡ്സാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നിയ, ടെംപ്റ്റഡായിട്ട് തോന്നിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയ സാലഡ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. ഇനി ഇതെല്ലാം തന്നെ ചിൽഡായിട്ട് കഴിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നല്ലൊരു ക്ലിങ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ച് സൂക്ഷിക്കാം. ഒരു പാർട്ടിയോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സെർവ് ചെയ്യാനായിട്ട് നേരത്തെ തന്നെ നമുക്കത് തയ്യാറാക്കി വെക്കാം. അതങ്ങോട്ട് സോഗിയായിട്ടൊന്നും പോകുന്നില്ല. ഇറ്റ് ഇസ് ഓക്കെ, ചെയ്ത് വയ്ക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് കുറച്ച് നമ്മളൊരു പ്ലാറ്ററിൽ വെച്ചിട്ട് അലങ്കരിച്ചിട്ടൊക്കെ അല്ലേ കൊടുക്കാറ്. ഞാനാണെങ്കിൽ അലങ്കരിച്ചാണ് സാധാരണ കാണിക്കുന്നത്. ഇന്ന് അതിനുള്ളൊരു സാധ്യതയില്ല. മേളത്തെ കിച്ചണായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു അങ്ങനത്തെ ഒരു പ്ലാറ്ററിൽ അതൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കുറച്ച് ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി നിങ്ങളുടെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.